ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വക്കീലിന് അടിയൊക്കെ കിട്ടിയിരിക്കണല്ലേ. അപ്പോൾ ഗൗരമ്മ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കാണ്, തുടച്ചു കൊടുക്കാണ് കേട്ടോ. ആ ഒരു സമയത്തിന് നമ്മുടെ മഹിമ കയറി വരണം. എന്നിട്ട് മഹിമ എന്താ വക്കീലെ പറ്റി, കാര്യം പറയും, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ചോദിക്കുകയാണ് കേട്ടോ. മഹിമയെ കണ്ടതും ഗൗരിയമ്മ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം വക്കീൽ പറഞ്ഞു, അമ്മേ വേണ്ട വേണ്ട വണ്ട് പറഞ്ഞു. പറയും വക്കീൽ, എന്താ കാര്യം പറയും വണ്ട് പറയണം. അപ്പം ഗൗരിയമ്മ കാര്യങ്ങളൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ നമ്മുടെ മഹിമയ്ക്ക് അങ്ങോട്ട് കലി തുള്ളിയിട്ട് മഹിമ അങ്ങനെ പോണത് ഗിരിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഗിരിൻ്റെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ആ സമയത്ത് സ്വപ്ന റൂമിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. എന്നിട്ട് സ്വപ്നൻ്റെ റൂമിലേക്ക് പോകും. നീ എന്താ വിചാരിച്ചു, ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് എവിടെയൊക്കെ തൊട്ടു പറഞ്ഞാൽ എവിടെയൊക്കെ വേദനിപ്പിച്ചു പറഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നൊക്കെ എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് ദേഹോപദ്രവമൊന്നും ഞാൻ ചെയ്യുന്നില്ല. അത് മുഖത്തേക്കൊക്കെ തല്ലി പറഞ്ഞാൽ എല്ലാവരും അറിയും. അതേസമയം എവിടെയൊക്കെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് തോളിലും കയ്യിലൊക്കെ പിടിച്ചങ്ങോട്ട് വലിച്ചും ടൈറ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ സ്വപ്നൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി കരയാനുള്ള രൂപത്തിലായിട്ട് നല്ല വേദന എടുത്തു. എന്നിട്ട് പിന്നെ മഹിമ പറയും, ഇപ്പം മനസ്സിലായില്ലേ, നീ ഗുണ്ടാ സംഘമൊക്കെ ആയിട്ട് ഇറങ്ങും, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങും, ഒറ്റയ്ക്ക് വന്നിട്ട് നിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് അറിയാൻ പറഞ്ഞിട്ട് സംസാരിക്കാൻ കേട്ടോ. പിന്നെ പറയും, പിന്നെ ഒരു സർജറിൻ്റെ ഒരു കത്തി എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ട് സ്വപ്നയോട് പറയും, ഇത് എന്താണെന്നറിയോ, സർജറി ചെയ്യാനുള്ള സാധനം, അതിന് മാത്രമല്ല അല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിൽ നീട്ടാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട്. ഫുള്ള് വെല്ലുവിളിയാണ് കേട്ടോ നമ്മുടെ മഹിമ ചെയ്യണത്. അതുകൊണ്ട് പിന്നെ പറയും, ഇനി മേലാ നീ വക്കീലിന് പിന്നാലെ നടന്നു ഞാൻ അറിഞ്ഞ, ഇതൊരു ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ഒരു വാണിംഗ് എനിക്ക് ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞതാണ് കൊണ്ട് ഇവിടെ മഹിമ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് സ്വപ്ന പറയും, വേണ്ട മഹിമ, എന്നെ വിട്ടേക്ക് മഹിമ, ഞാൻ ഇനി ഒരിക്കലും മുകുന്ദൻ്റെ പിന്നാലെ പോവില്ല മഹിമയെ പറഞ്ഞിട്ട് കാല് കെഞ്ചി പറയണ പോലെയാണ് കേട്ടോ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.